ലാസ്റ്റ് 1 ഇയർ മുന്നെയാണ് കേട്ടോ എൻ്റെ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്മൂത്തനിങ് ആയിരുന്നു. ഞാൻ 2 വട്ടം സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ വട്ടം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹെയർ നന്നായി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയി ഒരു ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ കെരാറ്റിൻ ചെയ്യാനാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. ഇതിനായിട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയുമോ? ഇതിനായിട്ട് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 7 മണിക്ക് കയറിയിട്ട് 9:30 ആയിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ചെയ്തത് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ആണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സ്ട്രെയിറ്റനിങ്ങിനാണ് കുറേ സമയം എടുത്തത് കേട്ടോ. ഒരു നോർമൽ വാഷ് ചെയ്ത് നമ്മൾ ഒരു ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അതും വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ബോട്ടോക്സിൻ്റെ ക്രീം അപ്ലൈ ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിനി 2 ദിവസം കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യൊന്നും ചെയ്യാതെ ഹെയർ കെട്ടാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ A1 യൂണിസെക്സ് സലൂണിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് ആ ഒരു സെറമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഹെയർ ഒരു വോളിയം വന്ന പോലെ, എൻ്റെ തിൻ ഹെയർ ആണ്, അപ്പോൾ ഒരു വോളിയം വന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് വീഡിയോ